ആകെ മാറിപ്പോയല്ലോടാ. അതിന് അച്ഛൻ 10 കൊല്ലം അബോധ കിടക്കല്ലേ? അച്ഛനൊന്ന് എണീപ്പിക്ക്. ഇവിടെ എന്തൊക്കെയാ മാറിയത് അച്ഛനൊന്ന് നോക്കട്ടെ. ഇതെന്റെ ഭാര്യ അച്ഛാ. അല്ല മോനെ, നീ എങ്ങോട്ടാ കൊണ്ടുപോകണേ? ദുബായിക്കോ? ഏതും ഇവിടെ കോഴിക്കോടാണ് അച്ഛാ. 10 കൊല്ലം കൊണ്ട് കോഴിക്കോട് എന്തൊക്കെ മാറ്റാണ്. കോഴിക്കോട് മാത്രല്ല, കേരളം മൊത്തം മാറി. അല്ല, ഇതിപ്പോ ഏതാ സ്ഥലത്ത്? ഇതിപ്പോ കല്ലുത്താങ്കട തന്നെയല്ലേ? എടാ മോനെ, എന്താ അച്ഛാ? എന്റെ കൂടെ കട്ട കമ്പനി പണിയെടുത്തിന് ഗോപാലല്ലേ, ഓൻ ഇവിടെ എവിടെയോ ഇനി താമസിച്ചിന്. ഓന്റെ പൊരയൊന്നും കാണില്ലല്ലോ ഇപ്പൊ. അച്ഛാ, ഓരൊക്കെ ഇവിടുന്ന് താമസം മാറി. ഓലിപ്പോ ഫ്ലാറ്റിലാ താമസിക്കുന്നത്. ഫ്ലാറ്റോ? വരി കാണിച്ചു തരാം. അത് പേടിയാ. അതാ അവിടെ. ഇതിലാണ് അച്ഛാ ഗോപാലേട്ടൻ താമസിക്കുന്നത്. പേടിയോ? ഓ, എനിക്ക് അന്നേ അറിയിനി ഗോപാലൻ വലിയൊരു നിലയിലെത്തുന്നു. അല്ല, ഇതും ഇവിടെ പഴയ കലയല്ലേ? പഴയ കലയൊക്കെ പുതിയ കലയാ അച്ഛാ. പണ്ടെത്ര പാട്ടും നാടകം കളിച്ച സ്ഥലം അതൊക്കെ. ഇതൊക്കെ മാറിപ്പോയല്ലോ മോനെ. എങ്ങനെയാ മാറാണ്ടിരിക്കുക? ആരപ്പത്തിന് പ്രസിഡന്റ് നിങ്ങൾക്ക് അറിയോ? ആരാ? തോട്ടത്തിൽ രവീന്ദ്രൻ MLA. ഓനെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. അല്ല അച്ഛാ, നിങ്ങൾക്ക് 10 കൊല്ലം മുമ്പുള്ള എന്തെങ്കിലും ഓർമ്മ ഉണ്ടോ? അയ്യോ, 10 കൊല്ലം മുമ്പത്തെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഓർമ്മ ഉണ്ട്. ടയറില്ലാത്ത വീൽ ചെയർ, കാലില്ലാത്ത കട്ടില്. ഓ, ഇതൊന്നും ആലോചിച്ചോടാ മോനെ. അല്ല മോനെ, ഇതിപ്പോ ഏതാ സ്ഥലം? അച്ഛാ, ഇതാണ് നിങ്ങൾ പറഞ്ഞ ആ മെഡിക്കൽ കോളേജ്. നമ്മളെ പഴയ മെഡിക്കൽ കോളേജോ? അയ്യോ, ഇതൊക്കെ പാടെ 5 സ്റ്റാർ ഹോട്ടൽ മാതിരി ആയിപ്പോയല്ലോ മോനെ. അല്ല, ഒന്നുകൂടി കിടക്കാൻ തോന്നുന്നുണ്ടോ? അയ്യോ, വേണ്ട വേണ്ട. അച്ഛാ, ഈ കാണുന്ന മാറ്റത്തിനൊക്കെ കാരണം തോട്ടത്തിൽ രവീന്ദ്രൻ MLA ആണ്. ഈ പ്രാവശ്യം മൂപ്പരന്നെ ഇവിടെ മത്സരിക്കണത്. മൂപ്പർ എന്ത് വന്നാലും ജയിക്കണം. കാര്യം എന്താണെന്നറിയോ? മൂപ്പർക്ക് ഇനിയും ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അച്ഛാ, പോണ്ടേ? അല്ല, നമ്മളെ നേതാവല്ലേ? 10 കൊല്ലായിട്ട് ഇവിടെ LDF സർക്കാരാ ഭരിക്കുന്നത്. വെറുതെ അല്ല നമ്മളെ നാട്ടിൽ ഈ കണ്ട മാറ്റങ്ങൾ മൊത്തം ഉണ്ടായത്. ഇനി അങ്ങോട്ട് ഓരെന്നെ മതിയടോ. ഈ നടക്ക്.